as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come in. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങളെ ഞാനും വീണ്ടും ജനിച്ചു വരും. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ എൻഡ്, ന്യായപ്രമാണത്തിന്റെ അവസാന സമയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഓടി നീതി പ്രാപിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് വലിയ അറിവില്ലായ്മ. പക്ഷെ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ ബലഹീനതകൾ യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു എന്നെ നീതീകരിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷയുടെയും നീതിയുടെയും അടിസ്ഥാനം. അതുകൊണ്ട് യഹൂദന്മാർക്ക് വേണ്ടി ദൈവം കൊടുത്ത ന്യായപ്രമാണത്താലല്ല, നമുക്ക് വേണ്ടി ദൈവം നൽകിയ ക്രിസ്തു, അതെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പദവിയാണ്. മോശ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നിനക്ക് ഞങ്ങളോട് കൃപയുണ്ടെന്ന് ഇതിനാൽ അറിയാം, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോരുന്നതിനാൽ അല്ലയോ. അങ്ങനെയാണ് ചുറ്റുപാടുമുള്ള ജാതികൾ ഞങ്ങളെ കുറിച്ച് അറിയും, ഞങ്ങൾ വിശേഷതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവം കൂടെ വസിക്കുന്നത് വിശേഷതയാണെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നത് എത്രത്തോളം വലിയ വിശേഷതയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമല്ല കേട്ടോ. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. ദൈവം എന്നിലുണ്ടെന്നുള്ള ബോധ്യമാണ്, എന്നിൽ കർത്താവ് വസിക്കുന്ന ബോധ്യം. അതാണ് വചനം പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ ബോധ്യം നിങ്ങൾ വാഴട്ടെ. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ എന്റെ അകത്തിരിക്കും. ന്യായപ്രമാണത്തിൽ ആവും പകലും ധ്യാനിക്കുന്നവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിശ്ചയമായിട്ടും സാധ്യമാകും. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും സക്സസ്, ജയം, അനുഗ്രഹം കർത്താവ് നൽകി നിങ്ങളെ മാനിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.